ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉറുനാമ്പഴം കൊണ്ടാണ് വന്നിരിക്കുന്നത്. നല്ല തുടിച്ച രക്തം കിട്ടണമെങ്കിൽ നമുക്ക് ഈ മാതളം നാരങ്ങയിൽ കിട്ടണം. ഇത് മാതളം നാരങ്ങയല്ല മക്കളെ, ഉറുനാമ്പഴം. ഇംഗ്ലീഷിൽ ഇതിന് അനാർ എന്നാണ് പറയുന്നത്. എല്ലാവർക്കും സുഖം തന്നെയാണ് കരുതുന്നു മക്കളെ. നല്ല ചോര ഉണ്ടാവാൻ പറ്റിയ സാധനമാണിത്. നല്ല സന്തോഷം. എന്നേ ഫെബ്രുവരി 1-ാം തീയതി മക്കളെ, എത്ര പെട്ടെന്നാണ്. ഇനി നോമ്പൊക്കെ വരാറായി. ഇനി നമുക്ക് ജ്യൂസും കാര്യമൊക്കെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവല്ല കുട്ടികളെ, എൻ്റെ മുത്തുമണികൾ. സുഖല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇന്ന് നല്ല സന്തോഷത്തിലല്ലേ എല്ലാവരും റാഹത്തിലായി. ഇനി ഇവിടുന്നാണ് സന്തോഷിക്കാനുള്ള നാളുകളല്ലേ മക്കളെ വരുന്നത്. പൊരിക്കടിയായിട്ടും ആഘോഷങ്ങളായിട്ടും എന്താണ് ഷഹബാൻ പറന്നു മക്കളെ, റമളാനായി. അപ്പം ഇന്ന് അനാറാണ് താരട്ടോ. ഈ അനാറ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കണം കേട്ടോ. ഞാൻ പാൽപ്പൊടിയൊക്കെ ഇട്ട് അടിച്ചിട്ടാണ്. എനിക്ക് പാലങ്ങനെ പാലിന് 25 ഉറുപ്പ്യ കൊടുക്കണ്ടേ. ഇപ്പം ഞാൻ ഇന്നൊരു പ്രമോഷൻ ഉണ്ടെന്ന് പറഞ്ഞതാണ്, ആൾ വിളിച്ചിട്ടില്ല. എന്തായാലും മണ്ടില്ല, അള്ളാഹു നമ്മളെ കൈ വിടാഞ്ഞാൽ മതി. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മുന്നോട്ടങ്ങനെ പോകുന്നുണ്ട്. എവിടെ വെച്ച് അവസാനിക്കുന്നു ഒന്നും പറയാനില്ല. അപ്പം അങ്ങനത്തെ കാലഘട്ടത്തിലേക്കാണ് മക്കളെ പോകുന്നത്. എന്താ ചെയ്യുക? കൊലപാതകം ഇതൊക്കെയാണല്ലേ നടക്കുന്നത് ദുനിയാവിൽ. എന്താ ചെയ്യുക? പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ആലോചിച്ചാൽ മതി എനിക്ക്. ഈ സമൂഹം, ഈ ദുനിയാവ് ആകെ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹിക്കുന്നവർ വേറെ പിരിയുക, അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ കൂടെ അങ്ങനെ പോവുകയാണ് മക്കളെ. നിങ്ങളെ മുന്നിൽ ഞാൻ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പടച്ചോന് തന്ന റൂഹാണ്. ഈ റൂഹ് കയ്യോളം നിങ്ങളെ മുന്നിൽ സന്തോഷമായ സെലൂക്കിച്ചനെ കാണാൻ പറ്റും. ഇന്ന് വല്ലാത്ത തലവേദന ഉണ്ടായി. കുറച്ചു നേരം കടന്നിട്ട് ഇപ്പോൾ ഒന്ന് ഇഷ്ടമുള്ളൂ. ഇന്നലെ മക്രോണി ഉണ്ടാക്കിയതെന്നു. അതൊക്കെ നോക്കുമ്പോൾ അതിന് മക്രോണി പറ്റൂലൊക്കെ. എല്ലാവർക്കും ഉള്ള ഒരു ഫുഡ് ഐറ്റംസുകൾ ഇതൊക്കെ തന്നെ. അനാറ് നമുക്ക് ജ്യൂസ് അടിക്കാൻ പോവാണ് മക്കളെ. അപ്പം നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവാണ് മക്കളെ. അനാറാണ് നമ്മളെ ജ്യൂസ് താരം. ഇതാ കാണാല്ലേ, ഞാൻ കാണിച്ചാലോ. അതാ അനാറ്. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കും കേട്ടോ. നല്ല അടിച്ചെടുക്കും. പഞ്ചസാര ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഈ ചണ്ടിയിലൂടെ പോകും. അരിച്ചുമ്പോൾ പിന്നെ ലാസ്റ്റ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് തണുപ്പിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് അടിച്ചെടുക്കുക കേട്ടോ. നമ്മളെ ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഒന്ന് കുടിച്ചാലോ. അപ്പോൾ അനാർ ജ്യൂസ് നല്ല ഹെൽത്ത് ജ്യൂസാണ്. നല്ല ബ്ലഡൊക്കെ ഉണ്ടാവാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നമുക്ക് സമ്മാനം കിട്ടിയേക്ക് ഒരു നെക്ലേസ് മേടിച്ചിരുന്നു പണ്ട്. മാങ്കടക്കുഴി പൊരുന്ന പുലാമന്തോളാട്ടോ, ജ്വല്ലറിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ജ്യൂസ് അടിച്ച് കുടിക്കുക. അപ്പോൾ നല്ല ജ്യൂസുകളും കാര്യങ്ങളും, ഭയങ്കര ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒന്നും അല്ലാതെ ഭക്ഷണമൊന്നും അല്ലാതെ കഴിച്ചിട്ടില്ല. ഭയങ്കര ക്ഷീണം, തലവേദന ആകുമ്പോൾ എനിക്ക് ഉണ്ടാക്കാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിന്നത് കുടിച്ച് ഹെൽത്തായ ഒരു അനാർ ജ്യൂസ് കുടിക്കാൻ പോവാം. പാൽപ്പൊടി ഇട്ടില്ല, ഇങ്ങനെ മതി വിചാരിച്ചു. അപ്പോൾ ജ്യൂസൊക്കെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക. ഓക്കെ, ബൈ, സീ യു, അസ്സലാമു അലൈക്കും. ഇനി മുന്തിരി ഉണക്കാൻ പോകണം. മുന്തിരിയുടെ പരുവം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നല്ല വെയിലൊക്കെ വന്നിക്കണു. പരിപാടികളൊക്കെ കഴിഞ്ഞു ഏകദേശം.
കാക്കയ്ക്ക് കാക്കാന്ന് പറയുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരിക്കണം. എല്ലാം ഉണ്ട്. ചോളനും ഇട്ടെടുത്തിരുന്നത് മക്കള്. എൻ്റെ വിരുന്നുകാരി കാക്കതാ കാക്കാന്ന് പറയണം. നല്ല വെയിലാണ് മക്കളെ, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലേ. ഇനിയിപ്പോൾ നോമ്പുമാണ് ഈ സമയത്ത് വരുന്നേനു. ദാഹം കൂടുതലായിക്കാരം. ഇപ്പോൾ കുറേ തുണിയും കുപ്പായൊക്കെ മടക്കി വെച്ചു. ഇനിയിപ്പോൾ നനച്ചുളി പരിപാടിയൊക്കെ കഴിഞ്ഞു ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കൊട്ട ഇപ്പോൾ നേരെ മറ്റേ മറിഞ്ഞിരിക്കല് അല്ല, വൃത്തിക്ക് മടക്കി വെച്ചിരിക്കുക. 2 കൊട്ട, ഒരു കൊട്ടയും കൂടെ വാങ്ങണം. സ്പേസ് എന്നാലും വലിയ ഇതിൻ്റെ വലിയ റൂം സ്പേസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറേ തുണിയും കുപ്പായം മക്കളെ മടക്കി വെക്കാറുണ്ട്. അത് ഓരോരോ വീഡിയോ ചെയ്തിട്ട് പിന്നെ അങ്ങനെ വെക്കുന്നതാണ്. അതിന് ഓരോ ഡ്രസ്സ് പെട്ടെന്ന് വലിച്ചിടാൻ ഈ കൊട്ടയിലാകുമ്പോൾ ഒക്കെയും വലിച്ചൊടിച്ചിട്ട് ഞാൻ അങ്ങനെ കാട്ടുന്നതാണ്. എൻ്റെ സ്പ്രേനുകളതാ, പിന്നെ ബോഡി സ്പ്രേ ഇതൊക്കെ എൻ്റെ ഗൾഫിൽ നിന്ന് കൊടുന്നതാണ്. മാമനൊക്കെ അമ്മോൻ്റെ മോന്, അതുപോലെ അമ്മോൻ്റെ മകളെ ഭർത്താവ് ഒക്കെ കൊണ്ടിട്ടാണ്. ഇത് നമ്മളെ കുളുക്കൂസും പൊടി, ക്ഷീണം വരുമ്പോൾ കുടിക്കാൻ പറ്റിയ കുളുക്കൂസും പൊടിയാണ് കേട്ടോ. നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ മക്കളെ? അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷം? സുഖമാണല്ലേ എല്ലാവർക്കും എന്ന് വിചാരിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.